അതുപോലെ മച്ചന്മാരെ ഇവിടെ നിന്ന് വീഡിയോ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ഒരു പ്രദേശത്ത് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ, ആരുമില്ല. അതൊരു ബൈക്കുണ്ട്. ആ ബൈക്ക് എന്ന് വെച്ചാൽ ഈ തെങ്ങിൻ്റെ മുകളിൽ കള്ള് എടുക്കാൻ വരുന്ന ചേട്ടൻ ചേട്ടാ. അപ്പോൾ ചേട്ടൻ ബൈക്ക് അവിടെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ എവിടെയോ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാൻ തന്നെ എനിക്ക് കാരണം പേടിയാവുന്നുണ്ട്. കാരണം എപ്പോഴാണ് പുറകിൽ നിന്ന് വന്ന് ആക്രമിക്കുവാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പേടിയാവുന്നുണ്ട് ഇന്നലെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ മാക്സിമം നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മളെ ഭാവിയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്, ഇവിടെ ചെയ്തിട്ടുള്ള. അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണെന്നുള്ള അവർക്ക് മനസ്സിലാവണം. പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഇതേപോലെയുള്ള പല കാര്യങ്ങളും നിങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് നനച്ചിട്ടാണ് ഓരോ തൈകളും വലുതായി കൊണ്ടുവരുന്നത്. അപ്പോൾ അതാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഇവർ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ചെടികൾ വന്ന് തിന്നുക, അതുപോലെ അതിൻ്റെ തേറ്റ കൊണ്ട് കുത്തി മറിച്ചിടുക, ഇങ്ങനെയുള്ള കുറേ പരിപാടി ഉണ്ട് കേട്ടോ. ചാലക്കുടി ചന്തക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീന് പെണ്ണിന്റെ കൊട്ടയില് നെയ്യുള്ള പിടക്കണ മീനാണേ. മീനും കൊണ്ടഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. മീനും കൊണ്ടഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. മീനും പോയി നേരം ചീഞ്ഞേ അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. മീനും പോയി നേരം പോയേ അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ മച്ചന്മാരെ, ഞാൻ നമ്മളെ റൂമിലാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ പറയുക, ഇന്ന് സൺഡേ ആണ്, ഇന്ന് ലീവാട്ടോ ഞാൻ. അപ്പോൾ ഞാൻ ലീവായതുകൊണ്ട് തന്നെ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഇലവ് ഇക്കോ സെൻറ്ററിൽ നിന്ന് ജസ്റ്റ് പോകുന്ന വെച്ച് കുറച്ചായി കേട്ടോ നമ്മൾ അങ്ങോട്ട് പോയിട്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ പുതിയ സ്കൂളിൻ്റെ ഒരു കുട്ടികൾ നമുക്ക് വേണ്ടി നിലവിൽ കുറച്ച് ഔഷധ ചെടികൾ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വിശേഷം നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ നേരെ ഇലവിലേക്ക് പോകുന്നത് കേട്ടോ. അതുപോലെ നമ്മളെ റൂം കാര്യങ്ങളൊക്കെ ഉണ്ടാവും, മൊത്തം വാരി വലിച്ചിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ ജിത്തി ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രശ്നം ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിലൊരാളില്ലെങ്കിൽ, പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ആളില്ലെങ്കിൽ അത് പലതും പല രീതിയിലായിരിക്കും കിടക്കും കേട്ടോ. അപ്പോൾ ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, നേരെ ഇലവിലേക്ക് പോയിട്ട് അവിടെയുള്ള വിശേഷങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിൽ കുറച്ച് നല്ല അടിപൊളി സീനറീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ എൻ്റെ ഒരു ചെറിയൊരു പ്രോപ്പർട്ടി ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. അങ്ങനെ നമുക്ക് നേരെ അടുത്തേക്ക് പോവാം, നമ്മൾ ഇലവിലേക്ക് പോവാം. ഇനിയിപ്പോൾ എന്താകുന്നില്ല, പറഞ്ഞ് വലിപ്പിക്കുന്നില്ല. 2-3 ആൾക്കാർ നമ്മളെ വീഡിയോ കണ്ടിട്ട് പറഞ്ഞ് അധികം വലിപ്പിക്കില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. വലിപ്പിക്കുന്നില്ല, നമ്മളെ കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ച് സമയം എടുക്കട്ടെ, അതുകൊണ്ടാണ്. അല്ലാതെ നമ്മൾ വീഡിയോ ഇങ്ങനെ വിട്ട് വലിപ്പിച്ച് കൊണ്ടുപോകുന്നതല്ല, സമയം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വലിപ്പിച്ച് കൊണ്ടുപോകുന്നതല്ല. നമ്മൾ ഒരു കാര്യങ്ങൾ പറഞ്ഞ് അടുത്തൊരു കാര്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ കുറച്ച് അങ്ങനെ സമയം അങ്ങ് പോകുന്ന, അല്ലാണ്ട് നമ്മൾ അത്രയും മിനിറ്റ് ഇത്രയും ഡ്യൂറേഷനുള്ള വീഡിയോ നമ്മൾ ചെയ്യണം, അങ്ങനെ ഒന്നും ഇന്ന് വരെ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ വർത്താനം പറയുന്ന സമയത്ത് അങ്ങ് നീണ്ടു പോകുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇനി സമയം കളയുന്നില്ല, നേരെ അങ്ങോട്ടേക്ക് പോവാട്ടോ. നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് ലുക്കാട്ടോ ഇത്. ഇവിടെ നമ്മൾ നേരെ സ്റ്റെപ്പ് ഇറങ്ങി നേരെ ഈ ഒരു വഴിയാട്ടോ നമ്മൾ പോകുന്നത്. ഇത് നേരെ പോകുന്നത് വയലിലേക്ക് കേട്ടോ. അപ്പോൾ വയലിൻ്റെ സൈഡ് കൂടി വേണം നമുക്ക് പോകുന്നത്. നമ്മൾ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഈ ഒരു സൈഡ് കൂടിയാണ് നമ്മൾ പോകുന്നത്. പിന്നെ അധികം ലേറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വലിച്ചിട്ടാണ് നടക്കുന്നത്, നല്ല സ്പീഡിലാണ് നടക്കുന്നത്. ഈ ഒരു വഴി അങ്ങനെ പോകണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വയലിലെത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ മച്ചന്മാരെ, നമ്മൾ നേരെ നടന്ന് വയലിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടോ ഞാൻ പറഞ്ഞ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കാണുന്ന വയൽ, ഈ ഒരു എഡ്ജിൽ മുതൽ നമ്മളിങ്ങനെ കുറച്ച് മുന്നോട്ട് ഇവിടെ ഈ ഒരു പോസ്റ്റിൻ്റെ അപ്പർ സൈഡ് വരെ നമ്മളതാട്ടോ. ഇവിടെ ചെറിയ പ്ലാനിങ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കുന്നുണ്ട്, ചെറിയൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതിൻ്റെ സൈഡിൽ കൂടെ റോഡുണ്ട്. ഈ റോഡ് കൂടെ വേണം നമ്മൾ നടന്നിട്ട് എവിടെ പോയാൽ നമ്മളെ ഇലവിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ കുറച്ച് കുട്ടികൾ എന്നെ വിളിച്ചിട്ടുണ്ട്, അവരെ വേവാ. പക്ഷേ പറയാ, വെക്കേഷനായി നമ്മളെ വയലിലെ വെള്ള കാര്യങ്ങളൊക്കെ വറ്റി തുടങ്ങിയിട്ടെ. ഇവിടെ ഇവര് ഗ്രൗണ്ട് സെറ്റാക്കുന്നുണ്ട്. ഫുട്ബോളല്ല വോളിബോളാ, ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് വയലിങ്ങനെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അത് തന്നെ ചങ്കൂറ്റുള്ള ഞാനേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലേ. അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് പോട്ടെ. അപ്പം ഞാൻ പോട്ടെ, ബൈ.
നമ്മൾ നേരെ മുന്നോട്ട് നടക്കുന്ന കേട്ടോ. ഒരു കളിക്കാൻ വേണ്ടിയിട്ട് വയലിങ്ങനെ പുല്ല് കാര്യങ്ങളൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ട് അവിടെ എന്താക്കുന്ന ഫുട്ബോൾ കളിക്കാനുള്ള ഗ്രൗണ്ട് ആക്കുന്ന കേട്ടോ. അതുപോലെ മറ്റൊരു വലിയൊരു പ്രശ്നം നമുക്കുണ്ട്. എന്താണെന്ന് അറിയാം, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മളെ ഫോണിൻ്റെ ചാർജ് നോക്കിയില്ല, വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എടുത്തുകൊണ്ടേയിരിക്കുന്ന സമയത്ത് നമ്മളെ ബാറ്ററി ലോ ആണെന്ന് കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അവിടെ എത്തി ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റുമല്ലോ എന്നറിയില്ല. എന്തായാലും നമ്മൾ മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് മാത്രമേ വെക്കുള്ളൂ നമ്മൾ. അതുകൊണ്ട് തന്നെ നേരെ മുന്നോട്ട് തന്നെ വിടുന്ന കേട്ടോ. അങ്ങനെ വെച്ചാൽ നമ്മൾ നേരെ ഹിലവിലെത്തിയിട്ടാ. ഇവിടെയാണ് ഹിലവ് സ്റ്റാർട്ട് ചെയ്യുന്നിട്ടെ. ഇതാ നമ്മളെ ഹിലവിൻ്റെ ബോർഡ് കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ അന്ന് ഹിലവ് ഔദ്യോഗികപരമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വെച്ച ബോർഡ് കാര്യങ്ങളൊക്കെ കേട്ടോ. ഇതും അതുപോലെയൊക്കെ ഇതാണ് ഹിലവ് ഇക്കോ സെൻറ്റർ എടച്ചേരി എന്നുള്ള ബോർഡ് കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ മുന്നേ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ അന്ന് മുന്നേ നമുക്ക് കാണിച്ചു തന്ന കേട്ടോ. ഓക്കെ, നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഇതിൻ്റെ എൻഡിൽ സ്കൂൾ കുട്ടികൾ ഔഷധ ചെടികൾ വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ മറ്റൊരു വലിയൊരു പ്രശ്നം ഈ ഇലവ് ഇക്കോ സെൻറ്റർ തരണം ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നാട്ടുംപുറം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു ഗ്രാമപ്രദേശമാണ്. പക്ഷെ ഇവിടെ ഒരിക്കലും എന്താ പറയുക, കാട്ടുപന്നി പോലത്തെ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. പന്നി, പുലി, അല്ലെ ആന, അങ്ങനത്തെ സാധനമൊന്നും ഇവിടെ ഇല്ല. പക്ഷേ ഇപ്പം നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം തരണം ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ വലിയ രീതിയിൽ കാട്ടുപന്നിൻ്റെ ശല്യം അതിൻ്റെ കേട്ടോ. കാട്ടുപന്നികൾ കൂട്ടത്തോടെ ഇവിടെ എത്തിയിട്ടുണ്ട്. എങ്ങനെ വന്നു, എവിടെ നിന്ന് വന്നു എന്നുള്ള ചോദ്യത്തിന് ഒരു ആൻസറും ഇല്ല. പക്ഷേ അത്യാവശ്യം നല്ല സൈസുള്ളതും സൈസ് കുറഞ്ഞതും എല്ലാം ആയിട്ടുള്ള കാട്ടുപന്നികൾ നല്ല രീതിയിൽ ഈ ഒരു ഭാഗങ്ങളിലുണ്ട് കേട്ടോ. ഇന്ന് ഞായറാഴ്ച കേട്ടോ. അതായത് ഇന്നലെ രാത്രി നമ്മളെ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിലെ കിണറ്റിൽ, അതായത് വീട്ടിലെ കിണറ്റിൽ ഒരു കാട്ടുപന്നിയുടെ കുഞ്ഞ് എന്തായി വീണ് ചത്തുപോയി. അപ്പോൾ കുഞ്ഞെന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം സൈസ് ഉണ്ട്. കാരണം ഇതിൻ്റെ സൈഡിൽ ഞാൻ അതിൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ. കാട്ടുപന്നീൻ്റെ ഫോട്ടോ നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ കിണറ്റിൽ വീണ് ചത്തുപോയി. അപ്പോൾ രാത്രിയിൽ നല്ല രീതിയിൽ പുറത്ത് വന്നിട്ട് നമ്മളെ ഇവിടെയുള്ള ചെടികൾ കാര്യങ്ങളൊക്കെ നശിപ്പിക്കുന്നുണ്ട് കേട്ടോ. കുത്തി മറച്ചിട്ട് നശിപ്പിക്കുന്നുണ്ട്. വലിയ പ്രശ്നമാണ്. കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് നനച്ചിട്ടാണ് ഓരോ തൈകളും വലുതായി കൊണ്ടുവരുന്നത്. അപ്പോൾ അതാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഇവർ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ചെടികൾ വന്ന് തിന്നുക, അതുപോലെ അതിൻ്റെ തേറ്റ കൊണ്ട് കുത്തി മറിച്ചിടുക, ഇങ്ങനെയുള്ള കുറേ പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് തുരത്തണം. അത് ഇനിയിപ്പോൾ അടുത്ത ഒരു പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ നേരെ ഇവിടെയുള്ള, അതായത് ഫോറസ്റ്റായിട്ട് അറിയിച്ചിട്ടാട്ടോ ഓരോട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. കാരണം അത്രയ്ക്ക് രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കൂടുന്നതിനനുസരിച്ച് പന്നീനെ കൊണ്ടുള്ള ശല്യങ്ങൾ. ഒരു സാധനം എന്താ പറയുക, ഒരു സാധനവും നമുക്ക് കറക്റ്റ് കിട്ടുന്നില്ല. എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുക. കൃഷികളിലെ വാഴ, അതുപോലെയുള്ള ഇങ്ങനെ സാധനങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ട് ഇവിടെ തന്നെ നമ്മൾ ഒരുപാട് തൈകൾ എന്തായി ഈ കാട്ട് വന്ന് നശിപ്പിച്ചിട്ടാ. അപ്പോൾ പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇലവിൻ്റെ ആ ബോർഡിൻ്റെ അടുത്ത് ഏകദേശം 600-700 മീറ്റർ ഇപ്പറായിട്ടാട്ടോ നമ്മൾ സ്കൂൾ കുട്ടികളെ ഔഷധ ചെടികൾ വരുന്നത്. അപ്പോൾ അത്രയും ദൂരം നടക്കണം. അപ്പോൾ അവിടുന്ന് ഇവിടുത്തെ വരെ നടന്നിട്ട് എത്ര സമയമുണ്ട്, അതാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ രണ്ട് സൈഡിലും കണ്ടോ, രണ്ട് സൈഡിലായിട്ടും ചെടികൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അടിപൊളിയായിട്ട് വളർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഇലവിൻ്റെ ഭാഗമാട്ടോ. ഈ കാണുന്ന ചെടികളും അതുപോലെ ഇപ്പുറത്തെ തൈകളൊക്കെ ഇതിലൊക്കെ ഇതുകൊണ്ട് കുത്തി നശിപ്പിച്ചുണ്ടോ, മൊത്തം പറിച്ച് നാശമായി കഴിഞ്ഞു. ഇതൊക്കെ പന്നീൻ്റെ ഇതാട്ടോ, മൊത്തം കടിച്ച് പറിച്ച് നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് അവർ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. സ്കൂളിൻ്റെ കുട്ടികളെ ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെയാണ് എന്നുള്ള ഔഷധ ചെടികളിലെ ഓരോ ഔഷധ ചെടികളുടെയും ഓരോ ബോർഡും വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് പരിചയപ്പെടണം. അപ്പോൾ അവിടത്തേക്കാണ് നമ്മൾ നേരെ പോകുന്നത് കേട്ടോ. അപ്പോൾ ഏതാണ്ട് അടുത്തെത്താറായി. അപ്പോൾ ഇവിടെ മറ്റുള്ള ഒരു വീഡിയോ നമ്മൾ ഏതോ ഒരു മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ കൈക്കണ്ടം അല്ലെങ്കിൽ തൈക്കണ്ടം എന്ന് പറയുന്ന സ്ഥലമാട്ടോ ഇത്. ഇവിടെ ഞാനൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് വന്ന് മീനൊക്കെ പിടിച്ചിട്ടുള്ളൊരു സ്ഥലമാട്ടോ ഇത്. ഈ ഒരു സ്ഥലം എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലവും കാര്യങ്ങളൊക്കെയാണ്. വളരെ വ്യൂ ആണ്. പിന്നെ അതുപോലെ ഉപ്പ് വെള്ളം കേട്ടോ. ഈ ഒരു പുഴയിൽ വേനൽക്കാലത്ത് വേലിയിറക്കമുള്ള സമയത്ത് ഉപ്പ് വെള്ളമായിരിക്കും ഇതിൻ്റെ അകത്തുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കിട്ടുന്ന മീൻ എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഞണ്ട്, അതുപോലെ ഇരുമീൻ, മാലായ, കൊഞ്ചൻ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ അത്യാവശ്യം പൊടിമീനായിട്ടുള്ള ഒരുപാട് ഐറ്റം വേറെ. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും കേട്ടോ ഇതിൽ മെയിനായിട്ടുണ്ടാകുന്നത്. അതിനൊക്കെ നമ്മൾ ചെറുപ്പകാലത്ത് പിടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നടന്ന് ഇവിടുത്തെ വരെ നടക്കുമ്പോഴേക്ക് തളർന്നു പോയി എന്ന് പറയാം. അപ്പോൾ അങ്ങനെ നമ്മൾ ലാസ്റ്റ് നമ്മളെ ഔഷധ സസ്യങ്ങളുടെ
അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് അവരുടെ ബോർഡ്. ഏതാണ് സ്കൂളിൽ നിന്നുള്ള കറക്റ്റ് എനിക്ക് മെമ്മറി ഇല്ല. ബോർഡ് നോക്കിയിട്ട് തന്നെ പറയണം. അപ്പോൾ ഇതാ ഇവിടം വരെയാണ് നമ്മൾ ഇലവ്. ഈ ഒരു തൈ വരെ നമ്മൾ ഇലവാട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇവർക്ക് വിട്ടുകൊടുത്തേട്ടോ. നമ്മൾ ഇതാ ഔഷധ സസ്യോദ്യാനം സ്നേഹാരവം പദ്ധതി NSS യൂണിറ്റ് KNHS കരിയാട്. അപ്പോൾ ഇതാട്ടോ ഈ ഒരു സ്കൂളാണ് ചെയ്തിരിക്കുന്നത്. KNHS കരിയാട് ഈ ഒരു സ്കൂളാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ, ഔഷധോദ്യാനം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് അവർ വെച്ചിരിക്കുന്നത് ആര്യവേപ്പ കേട്ടോ. ഫസ്റ്റ് ഇത് ചെടി ആര്യവേപ്പാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് അവിടെ വെച്ചിരിക്കുന്നത് വെച്ചാൽ സർവ്വസുഗന്ധി കേട്ടോ. സർവ്വസുഗന്ധിയാണ് ഇത്. സർവ്വസുഗന്ധിയുടെ ചെടി കേട്ടോ. സർവ്വസുഗന്ധി എന്ന് പറഞ്ഞാൽ അടിപൊളി നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടുന്ന ചപ്പ കേട്ടോ. ഇത് മുള്ളൻ ചക്ക കേട്ടോ. ഇത് മുള്ളൻ ചക്ക. ഇത് നമ്മൾ കൂവളാട്ടോ. ഇത് കൂവളം. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന കർപ്പൂരം കേട്ടോ. ഇതാണ് കർപ്പൂരം ഉണ്ടാക്കുന്ന തൈയാട്ടോ. ഇതാണ് കർപ്പൂരത്തിൻ്റെ തൈ. ഇനി ആരും കർപ്പൂരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറയണ്ട. ഇതാണ് കർപ്പൂരം ഉണ്ടാക്കുന്ന തൈ, കർപ്പൂരത്തൈ. പിന്നെ ഇനി അടുത്തത് അശോകമരം കേട്ടോ. അശോകം. ഇതാണ് അശോകം. ഈ മരം അശോകമരം. ഇനി അടുത്തത് രക്തചന്ദനം. ഇതാണ് രക്തചന്ദനം. പക്ഷെങ്കിൽ രക്തചന്ദനം ഈസ് മിസ്സിങ്. രക്തചന്ദനം ഇല്ല. ഇത് പന്നി കൊണ്ടുപോയി. രക്തചന്ദനം ഇല്ല കേട്ടോ. രക്തചന്ദനം കൊണ്ടുപോയി. പിന്നീട് വിടുന്നത് അത്തിച്ചീര. ഇതാട്ടോ അത്തിച്ചീര എന്ന് പറയുന്ന സാധനം. ഇതാണ് അത്തിച്ചീര എന്ന് പറയുന്ന സാധനൻ്റെ കായ് കേട്ടോ. അത്തിച്ചീരയാണ് ഇത്. അടിപൊളി പൂവ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അടുത്തത് മിസ്സിങ് കേട്ടോ. മിസ്സിങ് എന്ന് പറഞ്ഞാൽ കൊടംപുളിയാണ് ഇതിൽ വെച്ചിരുന്നത്. പക്ഷേങ്കിൽ അതും മിസ്സിങ് കേട്ടോ. കൊടംപുളി അത് മിസ്സിങ്. വീണ്ടും ഒരു കൊടംപുളി, അതും മിസ്സിങ്. കൊടംപുളിയും മിസ്സിങ് കേട്ടോ. പിന്നെയുള്ളത് അടുത്തത് നെല്ലി കേട്ടോ. നെല്ലി ഇവിടെ ഉണ്ട്. നെല്ലി ചെറുതായി വളർന്നു വരുന്നുണ്ട്. നെല്ലിയുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് പോട്ടെ. ഈ ഒരു ഭാഗത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഫസ്റ്റ് വെച്ചിരിക്കുന്ന കടച്ചക്ക കേട്ടോ. കടച്ചക്ക അത്യാവശ്യം മെല്ലെ എണീറ്റ് വരുന്നുണ്ട് മൂപ്പറ്. നല്ല നനവ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മൂപ്പർ ഉഷാറായിരിക്കും വരും. അപ്പോൾ കടച്ചക്ക അവിടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത് എന്താണെന്നറിയാം? അശോകമാണ്. അശോകം മിസ്സിംഗ് ആണ്. അശോകം മിസ്സിംഗ് അല്ല, അശോകം ഉണ്ട്, പൊടിപ്പുണ്ട്. പക്ഷേ ഇവിടെ കണ്ട പന്നി, ഇവിടെയും പന്നി വന്ന് നശിപ്പിച്ചിട്ടുണ്ട് അശോകം. പിന്നെ ഇത് നീലയാമിനി എന്ന് പറയുന്ന ചെടി കേട്ടോ. ഇതാണ് നീലയാമിനി എന്ന് പറയുന്ന ചെടി കേട്ടോ. നീലയാമിനി. പിന്നെ അടുത്ത വരുന്ന നെല്ലി കേട്ടോ. നേരത്തെ നമ്മൾ പരിചയപ്പെട്ടില്ല നെല്ലിമാണ്. നെല്ലിയൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത് നെല്ലി. പിന്നെ ഇലഞ്ഞി പൂത്തു എന്നൊക്കെ ഉള്ള പാട്ടില്ല, ആ ഇലഞ്ഞി കേട്ടോ. ഇതാണ് ഇലഞ്ഞി ചെടി. ഇലഞ്ഞി. അടുത്ത വരുന്ന സർവ്വസുഗന്ധി തന്നെ. ഈ സർവ്വസുഗന്ധിക്ക് നമ്മൾ കയ്യിൽ ഇതിൻ്റെ ഒരു ഇല എടുത്തിട്ട് നമ്മളെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ തിരുമ്പി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 സുഖം കിട്ടുമെന്നാണ് പറയുന്നത്. സർവ്വസുഗന്ധി കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ ഇത് ആര്യവേപ്പ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ ഈ നമ്മുടെ കരിയാട് KNHS, കരിയാട് KNHSS അതായത് സ്കൂള് ഇവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അത് KNHS സ്കൂളിൻ്റെ NSSൻ്റെ ടീമാട്ടോ ചെയ്തിരിക്കുന്നത്. NSSൻ്റെ കുട്ടികളാണ് ഇത് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നനവ് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിരിക്കുന്ന നമ്മളെ ഇലവ് തന്നെ കേട്ടോ. ഇതിൻ്റെ മൊത്തം നനവ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇലവ് തന്നെയാണ് ഇതിൻ്റെ നനവ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ മച്ചന്മാരെ ഇവിടെ നിന്ന് വീഡിയോ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ഒരു പ്രദേശത്ത് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ, ആരുമില്ല. അതൊരു ബൈക്കുണ്ട്. ആ ബൈക്ക് എന്ന് വെച്ചാൽ ഈ തെങ്ങിൻ്റെ മുകളിൽ കള്ള് എടുക്കാൻ വരുന്ന ചേട്ടൻ കേട്ടോ. അപ്പോൾ ചേട്ടൻ ബൈക്ക് അവിടെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ എവിടെയോ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാൻ തന്നെ എനിക്ക് കാരണം പേടിയാവുന്നുണ്ട്. കാരണം എപ്പോഴാണ് പുറകിൽ നിന്ന് വന്ന് ആക്രമിക്കുവാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പേടിയാവുന്നുണ്ടെന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ മാക്സിമം നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മളെ ഭാവിയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്, ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണെന്നുള്ള അവർക്ക് മനസ്സിലാവണം. പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഇതേപോലെയുള്ള പല കാര്യങ്ങളും നിങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ ഭാവിയിലുള്ള നമ്മളെ തലമുറ കഴിഞ്ഞ് ഇനി വരുന്ന തലമുറക്കും കൂടി ഈ ഇങ്ങനെയുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ള അവർക്കും കൂടി മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ഇതേപോലെയുള്ള ചെറിയ സ്പേസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇതേപോലെ സാധനങ്ങൾ സെറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇന്ന് വൈൻഡപ്പ് ചെയ്യുന്നത്. കാരണം പേടി, സത്യം പറയാലോ, വീഡിയോ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യുന്ന കാരണം വെച്ചാൽ പേടി കൊണ്ട് മാത്രം കേട്ടോ. പിറകുന്നങ്ങാൻ വന്ന് ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡേഞ്ചർ ആയിരിക്കും. കാരണം ഇത് വരുന്നതെന്ന് വെച്ചാൽ 1, 2 അല്ല കൂട്ടത്തോടെയാണ് വരിക. അപ്പോൾ പേടി കൊണ്ട് മാത്രം കേട്ടോ നമ്മൾ വീഡിയോ ഇപ്പം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കുറച്ചുകൂടി ഇവിടെ നിന്ന് കറങ്ങി നടക്കുന്നത്. നല്ല അടിപൊളി ആംബിയൻസ് ആണ് ഇവിടെ കുറച്ച് നേരം നിൽക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ പേടി എന്ന് വെച്ചാൽ അത്രക്കുണ്ട് കാട്ടി വന്നവരുടെ ശല്യം. ഒറ്റക്കൊക്കെ ആകുന്ന സമയത്ത് പുറകുന്നൊക്കെ വന്ന് ഇടിച്ചിട്ടുണ്ടെങ്കിൽ ആളെ കാര്യം പോക്കാം.
അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. വീഡിയോ മറ്റൊരു നല്ല അടിപൊളി വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.